ഇന്നൊരു ലീവ് ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ വെറുതെ വീട്ടിലിരിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചുമ്മാ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ മുന്നിൽ ഞാനൊരു കത്തിയുടെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു വീഡിയോൻ്റെ ഒരു പഞ്ചിന് വേണ്ടി മാത്രം ഞാൻ ഇട്ടിരിക്കുന്നതാണ്. അത് കണ്ടിട്ട് ആരും അത് വയലൻസ് ആണെന്നൊന്നും വിചാരിക്കണ്ട. ഓക്കെ. അപ്പോൾ വീടിന് നേരെ താഴെയായിട്ടൊരു പറമ്പുണ്ട്. അവിടെ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഈ ബോക്സ് കാണുമ്പോൾ ചിലർക്കത് മനസ്സിലായി കാണും എന്താണെന്നുള്ളത്. അതെ, നമ്മൾ തേനെടുക്കാൻ വേണ്ടി പോവാം. കാട്ടിലുണ്ടാകുന്ന തേന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മൺപൊത്തിലും അല്ലെങ്കിൽ കല്ലിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും തേനീച്ചകൾ കൂട് കൂട്ടുക. ഇതിപ്പോൾ മണ്ണിൻ്റെ പൊത്തിലാണ് കൂട് കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ തേനെടുക്കാൻ പോകുന്നത് എൻ്റെ അനിയനാണ്. അവൻ ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. അത് ഓവർ കാടൊന്നും മുറിച്ച് കളയില്ല, കുറച്ചൊരു ഭാഗത്ത് മാത്രം മുറിച്ച് കളയും. എന്നിട്ട് അവിടെയുള്ള മണ്ണ് കുറച്ച് ഇടിച്ച് ആ ഹോൾ കുറച്ചുകൂടി വലുതാക്കും. ഇപ്പോൾ ഇടിച്ചിട്ട് അത് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൈ കടക്കുന്ന രീതി വലിയ ഹോളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈച്ച തേൻ കൊണ്ടുവച്ചിരിക്കുന്ന അടയൊക്കെ നമ്മൾ എടുക്കുക. ഇപ്പം എൻ്റെ നാട്ടിൽ അടയെന്നാണ് പറയുക, തേനിൻ്റെ അട എന്നൊക്കെയാണ് പറയുക. അപ്പം അതെടുക്കും. അതെടുത്തിട്ട് അതിനകത്തുനിന്നാണ് നമ്മൾ തേൻ സെപ്പറേറ്റ് ചെയ്യുക. തേൻ മാത്രമായിരിക്കും അല്ല അതിനകത്ത് ഉണ്ടാകുക. അതായത് തേനീച്ചയുടെ മുട്ടയും ഉണ്ടാവും, അതിൻ്റെ ലാർവയും ഉണ്ടാവും, കൂടാതെ തേനും ഉണ്ടാവും ഒരു സൈഡിൽ. പിന്നെ പൂമ്പൊടി ഉണ്ടാവില്ലേ, നമ്മളെ പൂവിൻ്റെ അകത്ത് ഉണ്ടാകും, അതൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു ചെടി കണ്ടോ? ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചെടിക്ക് അത്യാവശ്യം നല്ലൊരു സ്മെല്ലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കയ്യിൽ പുരട്ടിക്കഴിഞ്ഞാൽ തേനീച്ചയുടെ കുത്ത് കിട്ടില്ല എന്ന് വിശ്വാസമുണ്ട് നമുക്ക് ഇവിടെ. നമ്മളെ ഈ നാട്ടിൽ ലോക്കലിൽ ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, കാരണം ഇതിൻ്റെ സ്മെല്ല് ആയാലും എന്തായാലും ഈച്ച കുത്താതിരിക്കൊന്നുമില്ല. കാരണം ഞാനിതാക്കിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ചുമ്മാ നിന്ന്, പനിയൻ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് വന്നിരുന്നു. എനിക്ക് ഈ പാമ്പിനെ എല്ലാം പിടിക്കുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷേ ഈ തേനീച്ച എൻ്റെ അടുത്ത് നിന്നൊരു കുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് മുഖത്തൊക്കെ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഗ്ലാമറിനെ ബാധിക്കുന്നുണ്ട്. ഞാൻ ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. ഇതൊക്കെ അവൻ തന്നെ ചെയ്യാറ്. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഒരുപാട് ഇങ്ങനെ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു ഈച്ചയുടെ കുത്ത് കിട്ടി ചെവിക്കിട്ട്. അതാണിപ്പോൾ നിങ്ങൾ ഇത് കാണുന്നത്. ഞാൻ വീഡിയോ പെട്ടെന്ന് എടുത്തിട്ട് ഓടുന്നത് കാരണം ചെവിക്ക് തന്നെ ഒരു കുത്ത് കിട്ടിയ ശേഷം ഞാനിങ്ങോട്ട് ഓടിപ്പോയി. എന്നിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പോഴത്തേക്ക് അവനും കുറേ കുത്ത് കിട്ടി. അവൻ എന്നിട്ട് തേൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതായി കാണുന്നതാണ് തേൻ വെക്കുന്ന അട എന്ന് പറയുന്നത്. സെല്ലാണത്. അതിൻ്റെ ഉള്ളിലാണ് 2 സൈഡിലായിരിക്കും തേൻ ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.